Hello, welcome back to Learnino. So, Junior Instructor Technician Consumer Electronics എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നേരത്തെ ഈ എക്സാം നടന്നപ്പോൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ഒരു കുറച്ച് പാർട്ടായിട്ടാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇനി എക്സാമിൻ്റെ ഒരു ഫൈനൽ പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു റിവിഷനായിട്ട് എടുക്കുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. So first question ഇതാണ്, the capacity of a battery is expressed in ബാറ്ററിയുടെ കപ്പാസിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആംപിയേഴ്സ്, ആംപിയർ അവർ, വാട്ട്സ്, വാട്ട് അവർ. എങ്ങനെയാണ്? ആംപിയർ അവറിലാണ് അല്ലേ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, സ്പീഡ് ഓഫ് എ യൂണിവേഴ്സൽ മോട്ടോർ ഇസ് ഡിപെൻഡന്റ് ഓൺ ഫ്രീക്വൻസി ഓഫ് സപ്ലൈ, പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് സപ്ലൈ, ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് സപ്ലൈ, നൺ ഓഫ് ദീസ്. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് സപ്ലൈ ആയിട്ട് എങ്ങനെയാണ്? ഡിപെൻഡന്റ് ആണോ, ഇൻഡിപെൻഡന്റ് ആണോ, പ്രൊപ്പോർഷണൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ യൂണിവേഴ്സൽ മോട്ടോർ എന്ന് പറയുമ്പോൾ സീരീസ് വൺ മോട്ടോഴ്സ് ആണ്. അത് എ സിയിലും ഡി സി സപ്ലൈയിലും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. which means the speed does not depend directly on the frequency എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അപ്പോൾ ഫ്രം ദ ഓപ്ഷൻസ് നമുക്ക് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് സപ്ലൈ എന്നുള്ളത് കൊടുക്കാം. ഓപ്ഷൻ സി is the correct answer. Next one, a cylindrical wire 1 meter in length has a resistance of 100 ohm. What would be the resistance of wire made from the same material if both the length and cross-sectional area are doubled? സി, ഈ ഒരു ക്വസ്റ്റ്യൻ പലതരത്തില് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് നമുക്ക് റെസിസ്റ്റൻസിന്റെ നമുക്ക് അറിയാവുന്ന എക്സ്പ്രഷൻ ആണ് R = rho L by A എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് ലെങ്ത് ഡബിൾ ആയി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ ചിലപ്പോൾ ഡബിൾ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹാഫ് ആയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതൊരു പ്രോബ്ലം ആണോ, കുറെ ചെയ്യാറുണ്ടോ എന്ന് തോന്നും. പക്ഷെ നോക്കൂ, ഇവിടെ എന്താ പറഞ്ഞിരിക്കണേ, വാട്ട് വുഡ് ബി ദ റെസിസ്റ്റൻസ് ഓഫ് വയർ മെയ്ഡ് ഫ്രം ദി സെയിം മെറ്റീരിയൽ. അപ്പൊ മെറ്റീരിയൽ മാറുന്നില്ല. ഇനി എന്താ സംഭവിക്കുന്നത്, ബോത്ത് ദ ലെങ്ത് ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ ആർ ഡബിൾഡ്. അതായത് ലെങ്ത്തും ഡബിൾ ആവുന്നുണ്ട്, ക്രോസ് സെക്ഷണൽ ഏരിയയും ഡബിൾ ആവുന്നുണ്ട്. വിച്ച് മീൻസ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേപോലെ ഡബിൾ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പുതിയ റെസിസ്റ്റൻസ് R' എന്ന് പറയുന്ന പുതിയ റെസിസ്റ്റൻസ് എങ്ങനെയാണ്, R' = rho L' by A'. ഇവിടെ L' എന്ന് പറയുന്നതും ലെങ്ത് ഡബിൾ ആവുന്നുണ്ട്, A' എന്ന് പറയുന്നതും ഡബിൾ ആവുന്നുണ്ട്. വിച്ച് മീൻസ് ഇൻ എഫക്റ്റിൽ എന്ത് വരും, റെസിസ്റ്റൻസ് വാല്യൂല് ചേഞ്ച് ഒന്നും വരില്ല. സോ നമുക്ക് 100 ഓം റെസിസ്റ്റൻസിനെ നമ്മൾ ലെങ്ത്തും ക്രോസ് സെക്ഷണൽ ഏരിയയും ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ എന്ത് തന്നെയായിരിക്കും? യെസ്, 100 ഓം തന്നെയായിരിക്കും. വിച്ച് മീൻസ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, സെമി കണ്ടക്ടർ ഹാവ് ഡാഷ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. സെമി കണ്ടക്ടറിന് നെഗറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, സീറോ ആയിരിക്കും. വളരെ സിമ്പിൾ ആണ് അല്ലെ. ഇതിൽ എന്താണ് വരുന്നത്, സെമി കണ്ടക്ടേഴ്സ് ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയാണ് സെമി കണ്ടക്ടറിൽ ചെയ്യാം. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, പവർ ഫാക്ടർ ഓഫ് എൻ RLC പാരലൽ സർക്യൂട്ട്. RLC പാരലൽ സർക്യൂട്ടിന്റെ പവർ ഫാക്ടർ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ RLC പാരലൽ സർക്യൂട്ട് നമ്മൾ റെസൊണൻസ് ആകുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് അറ്റ് റെസൊണൻസ് നമുക്ക് എങ്ങനെ പറയാം, ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ് ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ. അപ്പൊ സർക്യൂട്ട് ശരിക്കും പ്യുവർലി റെസിസ്റ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പവർ ഫാക്ടർ എന്ന് പറയുന്ന യൂണിറ്റി ആയിട്ട് പറയാം. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി കറക്റ്റ് ചെയ്യാം. Next, dash damping method is common in moving coil instrument. Moving coil instrument le eddy current damping aanu varunathu. Orthu vekka, eddy current damping method is common in moving coil instrument. Next one, an auto transformer consists of 200 turns. Winding is connected to 200 volt AC supply main for getting 24 volt output. The winding should be tapped at dash turns number. Okay, see here. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്, പക്ഷെ ശ്രദ്ധിച്ച് വായിച്ചെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, വൈൻഡിങ് കണക്ട് ചെയ്തിട്ടുള്ള സപ്ലൈ തന്നിട്ടുണ്ട്, ടു ഗെറ്റ് എത്രയാണെന്നുള്ളത് 24 വോൾട്ട് അതും തന്നിട്ടുണ്ട്. വൈൻഡിങ് ഷുഡ് ബി ടാപ്ഡ് അറ്റ് എത്ര നമ്പർ ഓഫ് ടേൺസ്. അതായത് നമുക്കറിയാം VS/VP = NS/NP എന്നുള്ള എക്സ്പ്രഷൻ നമുക്കറിയാം. അപ്പൊ ഇവിടെ പ്രൈമറി വോൾട്ടേജ് എത്രയാ തന്നിരിക്കുന്നത്, 200 വോൾട്ട് തന്നിട്ടുണ്ട്.
സെക്കൻഡറി വോൾട്ടേജ് വന്നിട്ട് നമുക്ക് 24 വോൾട്ടും തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ആദ്യം എടുത്ത് എഴുതുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി പ്രൈമറി ടേൺസ്, അതായത് ഓട്ടോ ട്രാൻസ്ഫോമർ കൺസിസ്റ്റ് ഓഫ് 200 ടേൺസും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സെക്കൻഡറി വൈൻഡിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് എക്സ്പ്രഷനിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. വി സെക്കൻഡറി 24 ഡിവൈഡഡ് ബൈ 200 ഈക്വൽ ടു എൻ സെക്കൻഡറി ആണ് കണ്ടുപിടിക്കേണ്ടത്, ഡിവൈഡഡ് ബൈ 200. സോ 24 into 200 by 200 24 ടേൺസ്. ജസ്റ്റ് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്താൽ പോലും ഈസി ആയിട്ട് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. Okay, next question. A 6-pole induction motor is connected to 50 watt supply. It is running at 970 rpm. Find the percentage of slip. So percentage of slip കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ പെർസെന്റേജ് ഓഫ് സ്ലിപ്പ് ഇൻ ആൻ ഇൻഡക്ഷൻ മോട്ടോർ കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം എസ് ഇസ് ഈക്വൽ ടു എൻ എസ് മൈനസ് എൻ ആർ ബൈ എൻ എസ് ഇൻറ്റു 100 എന്നുള്ള എക്സ്പ്രഷൻ അറിയണം. എൻ എസ് എന്ന് പറഞ്ഞാൽ സിൻക്രണസ് സ്പീഡാണ്, എൻ ആർ എന്ന് പറഞ്ഞാൽ റോട്ടർ സ്പീഡാണ്, രണ്ടും RPM-ല്. എസ് എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് സ്ലിപ്പാണ്. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ? ഇറ്റ് ഈസ് റണ്ണിങ് അറ്റ് 970 rpm. 970 rpm എന്ന് പറയുന്നത് റോട്ടർ സ്പീഡാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ സിൻക്രണസ് സ്പീഡ് ആദ്യം കണ്ടുപിടിക്കണം. സിൻക്രണസ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് എൻ എസ് ഈക്വൽ ടു 120 f/p എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. പി എന്ന് പറയുന്ന പോൾ ആണ്, നമ്പർ ഓഫ് പോൾസ് ആണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ 6-pole ഇൻഡക്ഷൻ മോട്ടർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 120 into f, സപ്ലൈ ഫ്രീക്വൻസി 50 Hz ഡിവൈഡഡ് ബൈ 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 rpm എന്ന് കിട്ടും. ഇനി വളരെ ഈസിയാണ് കണ്ടുപിടിക്കാൻ. സ്ലിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എൻ ആറിന്റെ വാല്യൂ 970 rpm നമുക്ക് അറിയാം. എൻ എസ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു 1000 ആണ്. സോ 1000 മൈനസ് 970 ബൈ 1000, എൻ എസ് മൈനസ് എൻ ആർ ബൈ എൻ എസ് ഇൻറ്റു 100 ചെയ്താൽ മതി. സോ ഇവിടെ 970, 1000 മൈനസ് 970 30 വരും. 30 ബൈ 1000 ഇൻറ്റു 100 വരും. അപ്പൊ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ പെർസെന്റേജിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കൂ, ഓപ്ഷൻസിൽ നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് 30, 0.3, 0.03, 3% എന്നൊക്കെ തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 30 ബൈ 10 വരും അല്ലെ? അപ്പൊ 30 ബൈ 10 എന്ന് പറയുന്നത് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ സ്ലിപ്പ് പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പം പെട്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലർക്ക് എങ്ങനെ അത് ആൻസർ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാത്രം സീറോസ് കട്ട് ചെയ്യും. ഈ ഇൻറ്റു 100-നെ പെർസെന്റേജ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടുപിടിക്കുന്ന വാല്യൂ മാറും. ഈ 0.03%, 0.3% എന്നൊക്കെ ഓപ്ഷൻ തന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ to calculate the percentage slip ആണ് നമുക്ക് ഈ എക്സ്പ്രഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ we will get the answer as 3. അപ്പൊ 3% എന്നുള്ളത് തന്നെയാണ് ആൻസർ വരുന്നത്. അല്ലാതെ ഇവിടെ നമുക്ക് ഈ എക്സ്പ്രഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ജസ്റ്റ് കാണാതെ പഠിച്ചു പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ഡൗട്ട് വരുന്നത്. അങ്ങനെ ഡൗട്ട് വന്നാൽ തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ് ഓപ്ഷൻസും ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യുക. ഓപ്ഷൻ ഡി is the correct answer. Next one, the material used for fuse must have. ഫ്യൂസിന് നമ്മളെ മെൽറ്റിംഗ് പോയിന്റും സ്പെസിഫിക് റെസിസ്റ്റൻസും എങ്ങനെയാന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പോൾ ഫ്യൂസ് വയറില് ലോ മെൽറ്റിംഗ് പോയിന്റും ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസും ആണ് വരേണ്ടത്. So option A ആണ് correct answer. Next, the expected energy of electron at absolute zero. Absolute zero ലുള്ള electronsന്റെ energy പറഞ്ഞ work function, Fermi level energy, emission energy and forbidden energy, and it is Fermi level energy. Next, processing of data in computer is done under the control of set of instruction is termed as data, instruction, information, program, none of this. Processing of data in computer is done under the control of set of instructions. അതിനെ നമ്മൾ program എന്ന് പറയും അല്ലെ? Option C. Next, in Windows, the resetting of system date and time can be done using control panel, calendar, devices and printer accessories. It is control panel, option A. Next, dash is a secondary storage device. DVD, CD and W memory cards and all of these. ഇതിൽ എല്ലാം തന്നെ secondary storage ആണ് വരുന്നത്. So option D. Next, which printer cable use male DB25 connector to connect with a computer? Serial cable, USB cable, parallel cable. It is parallel cable, option C. Next, which device use friction feed mechanism to load paper into the print assembly? Laser printer, dot matrix printer, line printer, and none of it. It is laser printer. Next, which of the following command is used in MS Word to open, find and replace dialog box with activating go to tab? ഷോർട്ട്കട്ട്സും കമാൻഡ്സും ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഇറ്റ് ഈസ് control plus G, option C. Next one, in MS Word, pressing F8 3 times, 3 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ it selects a sentence. Okay, sentence ആണ് സെലക്ട് ആവുന്നത്. Next, in Excel, a function inside another function is called nested.
It is option B. Next one, dash function is used in Excel to find the largest number in a series of number. It is max function. Okay, option D. Next, in a conductor, the resistance changes with the, in a conductor, resistance changes with voltage or temperature or current or humidity or it is temperature. Option B is the correct answer. Next one, the letter C is a simple for impedance, capacitance, current and charge. C നമ്മൾ യൂസ് ചെയ്യുന്നത് capacitance-നെ represent ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Next, candela is a unit of light flux, luminous intensity, wavelength, luminous efficiency. It is luminous intensity. Next, which of the following diode is used in detector stage of an AM receiver? OA79, BY127 and 4001. It is option A. Next one, in low frequency transformers, the core material are generally generally use soft silicon steel. Another reason, they are having large hysteresis loop area. They are having least coercivity, they are having high coercivity and high option D high retentivity. And option B and C just guess ചെയ്യാം answer അറിയില്ലെങ്കിലും, and it is least coercivity, so option B. Okay, അപ്പോൾ നമ്മൾ 24 questions ആണ് ഇന്നത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത പാർട്ടിലായിട്ട് ചെയ്യാം. അപ്പൊ ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ്, അതായത് കമ്പ്യൂട്ടറിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ആ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന് മാർക്ക് പോവാതെ നോക്കുക. ഈ പറഞ്ഞ പോലെ MS വേർഡ്, എക്സൽ, അതിൽ വരുന്ന ഷോർട്ട് കട്ട് കീസ്, കമാൻഡ്സ്, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. അതാണ് ഇപ്പൊ ഇതിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം. കുറെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി. അപ്പൊ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.